വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകർ. ഇപ്പോൾ സമയം 6:33 ആയിരിക്കുന്നു. വിവിധയിടങ്ങളിൽ പ്രേക്ഷകരൊക്കെ ഉണർന്ന് അവരുടെ ദിനചര്യയിലേക്ക് കടക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. ജോലിക്കൊക്കെ പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അപ്പം നമ്മൾ തിരക്കിട്ട വാർത്തകളിലേക്കും കടക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന ഇലപ്പുള്ളിയിലേക്കാണ്. ഇലപ്പുള്ളിയിൽ ഇപ്പോൾ അവിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട് CPIM. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു അവിശ്വാസം കൊണ്ടുവന്നതിൽ വലിയ ടെൻഷൻ ഒന്നുമില്ല എന്നാണ് ഈ ഭരണസമിതി പറയുന്നത്. ഭരണസമിതി ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ നിലപാട് അറിയിച്ചിരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഭയമില്ല എന്ന് ഭരണസമിതി അറിയിക്കുമ്പോഴും അവിശ്വാസം കൊണ്ടുവരുന്നു CPIM എന്നുള്ളതാണ്. CPIM ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അവിശ്വാസം കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്നും പഞ്ചായത്ത് ഭരണസമിതി പറയുന്നുണ്ട്. അപ്പം പഞ്ചായത്ത് ഭരണസമിതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൗത്യമാണെന്നും രേവതി ബാബു 24-നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ബ്രൂവറി വിഷയത്തിൽ അതിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM ഒരു അവിശ്വാസം കൊണ്ടുവരികയാണ്. 14-ന് ആ അവിശ്വാസം ചർച്ച ചെയ്യും. എന്നോടൊപ്പം എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ചേരുന്നുണ്ട്. ഒരു അവിശ്വാസം കൊണ്ടുവരുന്നതിനോടുകൂടി എലപ്പുള്ളി പഞ്ചായത്ത് ഭരണ UDFന് നഷ്ടമാകുന്ന ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ പ്രസിഡന്റ്? ആശങ്കയില്ല, ഒരു ആശങ്കയില്ല. അതായത് ജനങ്ങളെ സ്നേഹിക്കുന്നവർ, ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്നവർ, ഈ പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്ത്, കാരണം ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു പഞ്ചായത്തിൽ, കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്തിൽ ഇത്തരം ഒരു സംവിധാനം വരുമ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ കടമ, കർത്തവ്യം. ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കേണ്ടത്. അത് പരിപൂർണമായിട്ട് ഞങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവിശ്വാസം പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് CPM ഇത്തരം ഒരു സംവിധാനം. കാരണം ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നു. ഇവരാദ്യം മുതൽ തന്നെ നമ്മളിപ്പോൾ 20/1/25 ഒരു എമർജൻസി അടിയന്തര യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിൽ CPMൻ്റെ മെമ്പർമാർ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണല്ലോ സ്വീകരിച്ചത്. ഇപ്പോഴും മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും പഞ്ചായത്തിനെ പഴിചാരുകയാണ് പല കാര്യങ്ങളിലും. പഞ്ചായത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? അല്ല, പഞ്ചായത്ത് ജനങ്ങളോട് സത്യമാണ് വിളിച്ചു പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കലല്ല. ഇവിടെ ഉണ്ടായ സംഭവം എന്ത് എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ ഇടപാടുകളൊക്കെ, നീക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതാണ്. പഞ്ചായത്ത് അറിയുന്നത് ഇപ്പോഴാണ്. മന്ത്രിസഭാ തീരുമാനം പുറത്ത് വരുമ്പോഴാണ് പഞ്ചായത്ത് അറിയുന്നത്. അതുവരെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണല്ലോ വളരെ വ്യക്തമായിട്ട്, 3 വർഷത്തിനകത്ത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിന്നെ അവരുടെ പാർട്ടിയും പഞ്ചായത്ത് അനുമതി കൊടുത്തു. പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ലല്ലോ. KSIDC മുഖേന ഒരു വ്യവസായം തുടങ്ങുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ല. അപ്പോൾ എന്തായാലും 14-ന് നടക്കാനിരിക്കുന്ന അവിശ്വാസം അത് CPMനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് നിർണായകമാണ്. പക്ഷേ ഭരണസമിതിയെ താഴെ ഇടാനോ ഭരണസമിതിയെ താഴെ ഇറക്കാനോ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്. അതെ, CPMനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ആ അവിശ്വാസം എന്തായാലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരു പാർട്ടി ഇത് കൊണ്ടുവരാൻ വേണ്ടി എന്താ പറയുന്നത്, കിളഞ്ഞ് പരിശ്രമിക്കുന്നു, മറ്റൊരു പാർട്ടി അതിനെ എതിർക്കുന്നു. ഒരുപാട് നല്ല സന്ദേശങ്ങൾ വരുന്നുണ്ട് പ്രവിത. 1-2 ഞാൻ വളരെ പെട്ടെന്ന് വായിക്കാം. സയ്യിദ് പ്രവിത സ്മിത, ആ പാട്ട് പാടുന്ന കുയിലിന് ഒന്ന് മൈക്ക് കൊടുക്കും, നല്ല കളകളാരവം. പിന്നെ അപ്പം തന്നെ നിങ്ങളും പക്ഷികളും വാർത്ത വായിക്കുന്നുണ്ടോ എന്ന് ഷാനു പറയുന്നു. വാർത്ത വായിക്കുന്നുണ്ടല്ലോ, അവരെയും പഠിപ്പിച്ചു അല്ലേ മിടുക്കികളെന്ന്. അതിന് നല്ല കാവ്യാത്മകമായി പറഞ്ഞിട്ടുണ്ട്. അനീഷ് കുമാർ പറയുന്നു, ഹായ്, ഐ എം ഋതുപർണ, ഗോയിങ് ടു സ്കൂൾ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഋതുപർണയ്ക്കും നല്ലൊരു ദിവസം നേരുകയാണ്. മിടുക്കിയായിട്ട് പഠിച്ചിട്ട് വരൂ കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുറെ പേര് ചോദിക്കുന്നുണ്ട് പാട്ട് പാടാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചു പ്രവിത, പിന്നെ പ്രവിത രാവിലെ എന്നെ റെഡി ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച. കാരണം ഗിരീഷ് പുത്തഞ്ചേരിയുടെ പിന്നെയോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് 2 പേര് പാടിയ നമുക്ക് വാർത്തകൾക്കിടയിൽ പാടാം. അപ്പം അത് ഞാൻ ഇടയ്ക്ക് പാടാം. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? ഫ്രാൻസ് US സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടുകയാണ്. വൈകിട്ട് പാരീസിലെത്തുന്ന മോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. നാളെ AI ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. റഫേൽ യുദ്ധവിമാനം, സ്കോർപിയോൺ അന്തർവാഹിനിയുടെ പഴകൾ എന്നിവ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഫ്രാൻസിലെ മാർസയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യും. 12, 13 തീയതികളിലാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ച നിർണായകമാവുകയും ചെയ്യും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ വിദേശ സന്ദർശനത്തിന് പോയത്. അപ്പോൾ ഇന്ന് കുംഭമേളയിൽ മറ്റൊരു അതിഥി കൂടി എത്തുന്നുണ്ട്. രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കുംഭമേളയിലേക്ക് എത്തുകയാണ്. ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. അക്ഷയവത്, ഹനുമാൻ മന്ദിർ എന്നിവിടങ്ങളിൽ പൂജയും ദർശനവും നടത്തും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാഷ്ട്രപതിയെ സ്വീകരിച്ച് ആനയിക്കും. 8 മണിക്കൂറോളം രാഷ്ട്രപതി മഹാകുംഭമേളയിൽ തുടരുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിലും ഒപ്പം തന്നെ ത്രിവേണി സംഗമം നടക്കുന്ന മേഖലയിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് നല്ല മനോഹരമായിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ നല്ല മഞ്ഞ പൂക്കളുണ്ട്. അപ്പോൾ നമുക്കത് കാണിക്കാം. ഒരു വാർത്ത കൂടി നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആ പൂ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാട്ടുതീ തടയാൻ എന്ന പേരിൽ വനംവകുപ്പ് തീയിട്ടതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരിയായ വീട്ടമ്മയുടെ കൃഷിസ്ഥലം കത്തി നശിച്ചു. മുളകുവള്ളി സ്വദേശി മേരി ജോണിന്റെ 1/2 ഏക്കർ പട്ടയഭൂമിയാണ് പൂർണ്ണമായും കത്തിയത്. റിപ്പോർട്ട് കാണാം. 1/2 ഏക്കർ പട്ടയഭൂമിയിലെ കുരുമുളക്, കശുമാവ്, കാപ്പി, വാഴ, മലയിഞ്ചി തുടങ്ങിയ കൃഷികളാണ് കത്തി നശിച്ചത്. കാട്ടുതീ തടയാൻ ഫയർലൈൻ തെളിക്കുന്നതിനായി തീയിട്ടത് നഗരംപാറ റേഞ്ച് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കൃഷിയിടത്തിൽ കത്തിയ തീ വീടിന് പിൻഭാഗത്തും പടർന്നു. തീ അണയ്ക്കാൻ ശ്രമിച്ച മേരി ജോണിന്റെ സഹോദരൻ ജിഫിനും പൊള്ളലേറ്റു. 2021 സമാനമായ രീതിയിൽ മേരി ജോണിന്റെ കൃഷിസ്ഥലം കത്തിയിരുന്നു. ആ സംഭവത്തിൽ വനംവകുപ്പ് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ആളാണ് മേരി ജോൺ. ഫോറസ്റ്റുകാർ വനത്തിൽ തീയിടാനായിട്ട് ബൗണ്ടറി തെളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വന്ന് തീയിട്ടു. 3-3:30 ആയപ്പോൾ അവർ പോയി. രാത്രി 11:30-12 മണിയായപ്പോഴാണ് ഞങ്ങൾ കൂടി നാട്ടുകാരും കൂടി സഹകരിച്ച് തീയെടുത്ത് ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. വനം വകുപ്പിന്റെ അനാസ്ഥയാണ് പട്ടയഭൂമിയിൽ തീ പടർന്നു പിടിക്കാൻ ഇടയായത്. സംഭവത്തിൽ തക്കതായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും തീയിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മേരി ജോൺ പരാതി നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. കളപ്പുരമേയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം, മുടിത്തുമ്പിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം, ഒന്നു തൊട്ടാൽ താനി മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ, ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മോഹം മാത്രം. ഏത് പാട്ടാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാട്ടിന്റെ തുടക്കം കൂടിയും പാടണം. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, ഇങ്ങനെ തുടങ്ങുന്ന പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മയിൽ ഈ പാട്ട് പ്രേക്ഷകർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അമേസിങ്. അവിടെ നമ്മൾ PCR എന്ന് പറയുന്നുണ്ട്, അമേസിങ് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല പാട്ട് അല്ലേ? ഞാൻ അതിലിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പാടി. പ്രേക്ഷകരെ പ്രവിതയുടെ കൂടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പലരും മാറിയാണല്ലോ. അപ്പോൾ ഉള്ള ഒരു ഇതാണ്, നമ്മൾ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓണയർന്ന് മാറുമ്പോൾ ഇതുപോലെ 4 പാട്ടൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ പുറയിലെ പൂവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നല്ല പൂ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നത്. നല്ല ഭംഗിയുള്ള പൂ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കരുത്, പൂ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. നമുക്ക് വാർത്തയിലേക്ക് പോകാം അല്ലേ? പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് കോഴിക്കോട് ടൗൺ ഹാൾ. 30 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ടൗൺ ഹാൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് തുറന്നുകൊടുത്തു. ടൗൺ ഹാൾ അടച്ചിട്ടതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. റിപ്പോർട്ടിലേക്ക്. കോഴിക്കോടിന്റെ വൈകുന്നേരങ്ങളെ സംഗീത സാന്ദ്രമാക്കാൻ വീണ്ടും ടൗൺ ഹാൾ ഒരുങ്ങി. കലാ സാംസ്കാരിക പരിപാടികളുടെയും രാഷ്ട്രീയ യോഗങ്ങളുടെയും പൊതുവേദിയായിരുന്നു ഇത്. നവീകരണത്തിനായി 5 മാസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. വേദി തടികൊണ്ട് അലങ്കരിച്ചു, പഴയ കസേരകൾ മാറ്റി, പുതിയത് സ്ഥാപിച്ചു. അങ്ങനെ പൈതൃക സ്വഭാവം നിലനിർത്തിയാണ് 30 ലക്ഷം രൂപയുടെ നവീകരണം നടത്തിയത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തൽപരകക്ഷികൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് തടയിടുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഒരു കുപ്രചരണത്തിനും പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിലയിൽ
പപ്പടം പൊട്ടിക്കുന്നത് പോലെ ആ കുപ്രചരണങ്ങളെ പൊട്ടിക്കാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. കനോലി കനാൽ കേന്ദ്രീകരിച്ച് ജില്ലയിൽ കനാൽ സിറ്റി യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ്, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. 24 കോഴിക്കോട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളിനി ഒന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. വരുന്നുണ്ടോ പാട്ടിന്റെ കാര്യങ്ങൾ? കൊല്ലത്തേക്ക് പോവാം. കൊല്ലത്ത് നമുക്കറിയാലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന കോലാഹലങ്ങൾ. അപ്പോൾ ആ കോലാഹലങ്ങൾക്കൊക്കെ ശേഷം മേയർ സ്ഥാനത്ത് നിന്ന് CPIM പ്രതിനിധി പ്രസന്ന ഏണസ്റ്റ് ഇന്ന് രാജിവെക്കുകയാണ്. ഇടതുമുന്നണി ധാരണ പ്രകാരം മേയർ സ്ഥാനത്ത് നിന്ന് CPIM രാജിവെക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ സ്ഥാനമടക്കം 2 സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് CPI പ്രതിനിധികൾ രാജിവെച്ചത്. രാജിവെക്കുകയാണെങ്കിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത ഭരണ സംവിധാനത്തിലേക്ക് കോർപ്പറേഷൻ മാറും. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാകും ഇത്തരമൊരു പ്രതിസന്ധി വരിക. മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത സാഹചര്യത്തിൽ വികസനം സ്ഥിരം സമിതിയുടെ അധ്യക്ഷയ്ക്കാണ് മേയറുടെ ചുമതല ലഭിക്കുക. CPIMലെ S ഗീതാകുമാരിയാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ. അങ്ങനെ ഒടുവിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മധു രാജിവെച്ചതിന് പിന്നാലെയാണ് കൊല്ലം മധു അല്ലെ, അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പണ്ടത്തെ ആ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകും. ആരാണ് മധു എന്ന് SKN ചോദിച്ചിട്ടുള്ള ആ ഒരു ട്രോൾ വീഡിയോയിലേക്കൊക്കെ പോകും. അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പ്രേക്ഷകരെയും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ കൊല്ലത്ത് കാര്യങ്ങളൊക്കെ ഒരുവിധം ശുഭമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ. ഇനി നമുക്ക് നേരെ പോകേണ്ടത് എങ്ങോട്ടാണ്? സമരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളിലേക്കാണ് പറഞ്ഞു വരുന്നത്. റോഡടച്ച സമരവുമായി രാഷ്ട്രീയ സമ്മേളനങ്ങളും ഒക്കെ നടത്തിയ കോടതിയലക്ഷ്യ കേസിൽ നേതാക്കൾ എന്ന് കോടതിയിൽ ഹാജരാകണം എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പാതയോരത്ത് സമരം നടത്തിയതിന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPIM സമ്മേളനം നടത്തിയ കേസിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫെബ്രുവരി 12 നേരിട്ട് ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അപ്പൊ അങ്ങനെ 2 പാർട്ടികളുടെ കോൺഗ്രസിന്റെയും CPIMന്റെയും നേതാക്കൾ കോടതിയിൽ എത്തണം എന്നുള്ളതാണ്. അപ്പം നിയമത്തിന് മുന്നിൽ അങ്ങനെ രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. അപ്പൊ എന്തായാലും നേതാക്കൾ തന്നെ കോടതിയിൽ ഹാജരാകണമെന്ന ഉത്തരവുണ്ട്. അപ്പൊ നിയമ നടപടികളൊക്കെ പാലിച്ച് തന്നെ ഇതുപോലെയുള്ള പ്രസംഗങ്ങളോ അല്ലെങ്കിൽ പരിപാടികളോ ഒക്കെ നടത്തണം എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടക്കട്ടെ. അതെ, ഇനി നമുക്ക് മറ്റൊരു വിശേഷത്തിലേക്ക് പോയാലോ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ എയർ ഷോയുടെ 15ാമത് പതിപ്പിന് ഇന്ന് ബംഗളൂരുവിൽ തുടക്കമാവുകയാണ്. യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 15 രാജ്യങ്ങളിൽ നിന്നായി 800 വ്യോമ പ്രതിരോധ കമ്പനികൾ 5 ദിവസത്തെ പ്രദർശനത്തിൽ പങ്കെടുക്കും. വ്യോമയാന പ്രതിരോധ രംഗത്തെ ആധുനിക സംവിധാനങ്ങളും വിമാനങ്ങളും എയർ ഷോയിൽ ഉണ്ടാകും. 13, 14 ദിവസങ്ങളിലായി പൊതുജനങ്ങൾക്ക് എയർ ഷോ കാണാൻ അനുവാദമുണ്ട്. അതെ, 24 എന്നുള്ള പ്രത്യേക സംഘവും കൂടി അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വഴിയെ അറിയാൻ പറ്റും. 14-ാം തീയതിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലേ? അതെ, 14-ാം തീയതിക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് പ്രേക്ഷകരെ നമ്മൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ആ ദിവസം എയർ ഷോ ഒക്കെ കാണാൻ എല്ലാവരും കൂടെ ചോപ്പൊക്കെ ഇട്ട് പോയാൽ നല്ല രസമായിരിക്കും. അപ്പൊ അങ്ങനെ കൂടുതൽ വാർത്തകൾ വരുന്ന സമയമാണ്. നമ്മുടെ മോർണിംഗ് വാക്ക് അവസാനിപ്പിക്കാൻ ഇനി അധിക സമയമില്ല. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയാലോ പ്രീത? അതെ, പ്രവാസി മലയാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾക്ക് വഴി തുറന്ന് നോർക്ക NRK മീറ്റ്. 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കുമെന്ന് ചെന്നൈയിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് റെസിഡന്റ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. കീമടക്കമുള്ള പ്രവേശന പരീക്ഷകൾക്ക് ചെന്നൈയിൽ സെന്റർ അനുവദിക്കാൻ നോർക്ക മുൻകൈയെടുക്കും. CTMA കലോത്സവമായ ഉത്സവിന്റെ സംഘാടനത്തിൽ അസോസിയേറ്റ് പാർട്ട്ണർ എന്ന നിലയ്ക്കുള്ള സഹകരണവും ഉണ്ടാകുമെന്നും P ശ്രീരാമകൃഷ്ണൻ ഉറപ്പു നൽകി. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും സംബന്ധിച്ച് ചർച്ചകൾക്കും NRK മീറ്റ് വേദിയായി. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കമൻസ് അയക്കുന്നത് നമുക്കത് വീണ്ടും വീണ്ടും സന്തോഷം എനർജിയും ഒക്കെ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ ഉണ്ട്. നമ്മളെ ബർത്ത്ഡേ കലണ്ടറൊക്കെ അല്ലെങ്കിൽ ബർത്ത്ഡേ കാർഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണ് നമ്മളെ വിഷ് ചെയ്യാൻ പോകുന്നത്? ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ചിന്നു എന്ന് വിളിക്കുന്ന ഇസയ്ക്ക് വിഷസ് അറിയിക്കുന്നത് നീതു ആൻഡ് മിജോയാണ്. ഒപ്പം നമ്മുടെയും വിഷസ് അല്ലേ. തീർച്ചയായിട്ടും ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, ഇസ നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും ബർത്ത്ഡേ എന്നാണ് നമ്മൾ
വിചാരിക്കുന്നത്. അപ്പം ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മൾ ഈ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് നമ്മളൊരു ബർത്ത്ഡേ വിഷു കൂടി പറയുകയാണ്. ചെങ്ങമ്പുഴയുടെ ഒരു കവിത പ്രേമത്തെക്കുറിച്ച് ചെങ്ങമ്പുഴ പറഞ്ഞത് കേവലം ഒരു താൽക്കാലിക ഭ്രമം, പൂവ് പോലുള്ളൊരു ഓമന കൗതുകം, നാം അതിനെ പ്രേമമെന്നായി ഗണിച്ചോമനിക്കാൻ ഒരുങ്ങുക മാത്രമാം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റു പല കവിതകളിലും പ്രണയത്തെക്കുറിച്ച് വലിയ ഉദാത്തമായ പ്രണയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഇതാണ് ശരിക്കും പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ, ഇൻഫാക്ച്വേഷനെ പെട്ടെന്ന് തോന്നുന്ന ഒരു ആകർഷണത്തെയൊക്കെ വലിയ പ്രണയമാണ് പ്രേമമാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ചെങ്ങമ്പുഴ അങ്ങനെ എഴുതി. അപ്പൊ കവിതയായി അതിനുള്ള മറുപടിയുമായി, കവിതയ്ക്ക് കവിതയായി, പാട്ടിന് പാട്ടായി. അപ്പം ഇന്നീ പ്രഭാതം അങ്ങനെ നല്ല വിഭവ സമൃദ്ധമാണ്. അതെ. സ്പോർട്സ് വാർത്തയിലേക്ക് തന്നെ പോയാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ പ്ലേ ഓഫിൽ ഇത് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് വമ്പൻ പോരാട്ടം. രാത്രി 1:30 മത്സരം. യുവന്റസ്, ബൊറൂസിയ ഡോട്ട്മുണ്ട്, PSG ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. പ്രീ ക്വാർട്ടറിന് മുമ്പൊരു പ്രീമിയർ പോരാട്ടം. അവസാന 16 ഇടം പിടിക്കാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡും മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും മുഖാമുഖം. ആദ്യ 8 സ്ഥാനക്കാർക്ക് മാത്രം പ്രീ ക്വാർട്ടർ ഉറപ്പുള്ള പുതിയ ഫോർമാറ്റിൽ റയൽ 11ാം സ്ഥാനത്തും സിറ്റി 22ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തതോടെയാണ് പ്ലേ ഓഫ് എന്ന മരണക്കെണിയിൽ കുടുങ്ങിയത്. 2 പാദങ്ങളിലായുള്ള പ്ലേ ഓഫിലെ ആദ്യ മത്സരം സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ്. തുടക്കം പാളിയെങ്കിലും പിന്നെ പതിവ് മികവിലേക്ക് ഉയരുകയായിരുന്നു റയൽ മാഡ്രിഡ്. 8 മത്സരങ്ങളിൽ 3 എണ്ണത്തിൽ തോറ്റപ്പോൾ 5 എണ്ണത്തിൽ ജയിക്കാനായി. വെറും 3 കളികൾ മാത്രം ജയിച്ച സിറ്റിയാകട്ടെ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. തുടർച്ചയായ 4ാം സീസണിലാണ് ചാമ്പ്യൻസ് ലീഗിൽ റയലും സിറ്റിയും കൊമ്പ് കോർക്കുന്നത്. കഴിഞ്ഞ തവണ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു റയലിന്റെ ജയം. എന്നാൽ നേർക്കുനേർ കണക്കുകളുടെ നേരിയ മുൻതൂക്കം സിറ്റിക്ക് ആത്മവിശ്വാസം നൽകുന്നു. 12 മത്സരങ്ങളിൽ 4 എണ്ണത്തിൽ സിറ്റിക്ക് ജയിക്കാനായി. റയൽ 3 എണ്ണത്തിൽ ജയിച്ചപ്പോൾ 5 മത്സരങ്ങൾ സമനിലയിലായി. മറ്റ് മത്സരങ്ങളിൽ യുവന്റസ് PSV ഐന്തോവനെയും ബൊറൂസിയ ഡോട്ട്മുണ്ട് സ്പോർട്ടിങ്ങിനെയും PSG ബ്രസ്റ്റിനെയും നേരിടും. സ്പോർട്സ് ഡെസ്ക് 24. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പത്രവാർത്തകളിലേക്കൊന്ന് പോകാം. മണിപ്പൂരാണ് മനോരമ പത്രത്തിന്റെ പ്രധാന തലക്കെട്ട്. അപ്പം BJP കൈവിട്ടു, മുഖ്യമന്ത്രി ബീരേൻ സിംഗ് പുറത്ത്, ഗതികെട്ട് രാജി എന്നുള്ളതാണ് ആ തലക്കെട്ട്. മെയിൻ വാർത്ത അതാണ് കേട്ടോ. ഓക്കെ, മാതൃഭൂമിയിലും അത് തന്നെയാണ്. പിന്നെ താഴത്തെ കോളത്തിൽ പാതിവില തട്ടിപ്പ് അന്വേഷണത്തിന് പ്രത്യേക സംഘം ഉടൻ എന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആശ്വാസ വാർത്തയാണ്. പ്രത്യേക സംഘമൊക്കെ വരട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്ര പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.